Good morning, students. Change the order of integration and hence evaluate integral 0 to 1 integral x squared to 2 minus x dy dx. So, we will problem change the order of integration double integral dx dy. ആദ്യം x വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്ത് രണ്ടാമത് y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യണം. ചേഞ്ച് ദ ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ. ഇവിടെ നമുക്ക് y എന്ന് പറഞ്ഞാൽ എന്താണ്? y is equal to x square divided by lower limit, y യുടെ upper limit എന്താണ്? 2 minus x. അതുപോലെ x ന്റെ lower limit എന്താണ്? 0. upper limit എന്താണ്? 1. ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ഗ്രാഫ് വരയ്ക്കണം. ഇത് x ഡാഷ്, ഇത് y ഡാഷ്. y equal to x square equal to y എന്നുള്ള പരാബോള എങ്ങനെയാണ് വരുന്നത്? സിമെട്രിക് അബൌട്ട് ദി പോസിറ്റീവ് സൈഡ് ഓഫ് ദി y ആക്സിസ്. ഇതാണ് പരാബോള. അപ്പോൾ എന്താണ്? y equal to x square. ഇനി y equal to 2 minus x ഈ ലൈൻ നമുക്ക് വരയ്ക്കാം. അതിന് നമ്മൾ എന്ത് ചെയ്യാം? x equal to 0 ആവുമ്പോൾ y എത്രയായിരിക്കും? y എന്ന് പറഞ്ഞാൽ 2 ആയിരിക്കും. 2 minus x x 0 കൊടുക്കുമ്പോൾ 2 വരും. y x equal to 1 വരുമ്പോൾ y യുടെ വാല്യൂ എത്രയായിരിക്കും? 1 ആയിരിക്കും. x equal to 2 വരുമ്പോൾ y യുടെ വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഈ പോയിന്റുകൾ മാർക്ക് ചെയ്യാം. 0 2 ഇവിടെ നമുക്ക് ഇത് 1 ഇത് 2 ആണെങ്കിൽ ഇത് 1 ഇത് 2 ആണെങ്കിൽ 0 2 എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. 1 1 എന്ന പോയിന്റ് ഇതാണ്. ഇനി 2 0 എന്ന പോയിന്റ് ഇതാണ്. ഇത് ചേർത്ത് വെച്ച് നമ്മൾ ലൈൻ വെച്ചു. ആ ലൈനിന്റെ പേരെന്താണ്? y is equal to 2 minus x. അപ്പൊ y equal to x square വരച്ചു, y equal to 2 minus x വരച്ചു. ഇനി x is equal to 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ y ആക്സിസ്, ഈ ആക്സിസ് ആണ്. ഈ ആക്സിസ് ആണ് x equal to 0 എന്ന് പറയുന്നത്. ഇനി x is equal to 1. x is equal to 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പോയിന്റ് ആണ്. അതായത് നമുക്കിപ്പോ y is equal to 2 minus x അല്ലേ? y equal to 2 minus x ആണ്. അതിൽ x ന് നമ്മൾ 1 കൊടുത്താൽ y ക്ക് എത്ര കിട്ടും? 2 minus 1 1 കിട്ടും. അപ്പൊ ഈ പോയിന്റ് എത്രയാണ്? 1 1 ആണ്. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ ലൈനിനെ കുറിച്ച് ഇതാണ് x is equal to 1. ഇനി ഈ എല്ലാത്തിനും കോമൺ ആയിട്ട് റീജിയൻ ഏതാണ്? കോമൺ ആയിട്ട് റീജിയൻ ഇതാണ്. ഇനി നമുക്കിവിടെ എക്സിന്റെ ലിമിറ്റ് ആദ്യം കാണണം, വൈയുടെ ലിമിറ്റ് രണ്ടാമത് കാണണം. ഈ ഒരു പ്രോബ്ലത്തിന്റെ പ്രത്യേകത, ഇവിടെ നമ്മൾ സ്ട്രിപ്പ് വരയ്ക്കുമ്പോൾ ഇവിടെ നമ്മൾ പാരലലായിട്ട് വരയ്ക്കുമ്പോൾ ലെഫ്റ്റ് ടച്ച് ചെയ്യുന്ന ഈ ലൈനാണ് ഈ y ആക്സിനെ, റൈറ്റ് ടച്ച് ചെയ്യുന്ന എവിടെയാ? പരാബോളയിലാണ്. നമ്മൾ ഇത് മുകളിലോട്ട് കയറ്റി വരച്ചാലോ ഇത് ലെഫ്റ്റ് ടച്ച് ചെയ്യുന്നത് കറക്റ്റ് ആണ്, y ആക്സിന് തന്നെയാണ്. റൈറ്റ് ടച്ച് ചെയ്യുന്നത് ഈ ലൈനിനാണ് ടച്ച്. അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ ചേഞ്ച് ദ ഓർഡർ ഓഫ് ഇന്റഗ്രേഷനില് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, നമ്മൾ ലെഫ്റ്റ് ടച്ച് ചെയ്താലും റൈറ്റ് ടച്ച് ചെയ്താലും കോമൺ പോയിന്റിലായിരിക്കണം. ലെഫ്റ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എവിടെ വരച്ചാലും ലെഫ്റ്റിൽ ടച്ച് ചെയ്യുന്ന ഒറ്റ ലൈനിലായിരിക്കും, റൈറ്റ് ടച്ച് ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും. ഇവിടുത്തെ കേസിൽ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ ഇവിടെ താഴെ ഇവിടെ വരച്ചാൽ ലെഫ്റ്റില് ഓക്കെയാണ്, റൈറ്റില് പരാബോളയിൽ ടച്ച് ചെയ്യുന്നു, ഇവിടെ വരച്ചാലോ റൈറ്റില് ലൈനിൽ ടച്ച് ചെയ്യുന്നു. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഇതിൽ രണ്ടായിട്ട് മുറിക്കുകയാണ്. ഈ റീജിയൻ R1 കൊടുക്കുന്നു, ഈ റീജിയൻ R2 കൊടുക്കുന്നു. രണ്ട് റീജിയൻ ആയിട്ട് ഇരിക്കുന്നു, R1 R2. എന്നിട്ട് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പ്രോബ്ലം ആണ് കേട്ടോ. ഇപ്പൊ ഇവിടെ നമ്മൾ രണ്ട് റീജിയനിലാണ് പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. ഡബിൾ ഇന്റഗ്രൽ R1 dx dy പ്ലസ് ഡബിൾ ഇന്റഗ്രൽ R2 dx dy. രണ്ട് റീജിയനിലേക്ക് നമ്മൾ തിരിക്കുക. ഫസ്റ്റ് റീജിയൻ ആൻഡ് സെക്കൻഡ് റീജിയൻ. ഇനി ഈ ഫസ്റ്റ് റീജിയനിൽ നമ്മൾ സ്ട്രിപ്പ് വരയ്ക്കും. സ്ട്രിപ്പ് വരച്ചാൽ ലെഫ്റ്റ് ടച്ച് ചെയ്യുന്ന എവിടെയാണ്? y ആക്സിലാണ്. അപ്പൊ നമ്മള് ഇതിന്റെ ലിമിറ്റ് എഴുതുമ്പോൾ ഡബിൾ ഇന്റഗ്രൽ x ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് ഈ പരാബോളയാണ് ടച്ച് ചെയ്യുന്നത്. y equal to x square ആകുമ്പോൾ x equal to എന്തായിരിക്കും? √y. ഇനി y യുടെ ലോവർ ലിമിറ്റ് എന്താണ്? y യുടെ ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് എത്രയാണ്? 1. 0 മുതൽ 1 വരെ. ഫസ്റ്റ് റീജിയന്റെ ലിമിറ്റുകൾ കിട്ടി. പ്ലസ് ഇനി സെക്കൻഡ് റീജിയന്റെ കണ്ടുപിടിക്കണം. ഡബിൾ ഇന്റഗ്രൽ dx dy. സെക്കൻഡ് റീജിയനെ കണ്ടുപിടി. ഇവിടെ നമ്മൾ സ്ട്രിപ്പ് വരയ്ക്കും, രണ്ട് സ്ട്രിപ്പ് വരയ്ക്കാൻ. ഈ സ്ട്രിപ്പ് ടച്ച് ചെയ്ത് ലെഫ്റ്റ് ടച്ച് ചെയ്ത് കറക്റ്റ് ആണ്, 0 y ആക്സിലാണ്. റൈറ്റ് ടച്ച് ചെയ്യുന്നത് എവിടെയാണ്? ഈ ലൈനിലാണ് ടച്ച് ചെയ്യുന്നത്. ഈ ലൈനിൽ ടച്ച് ചെയ്യുന്ന ലൈനിന്റെ പേരെന്താണ്? y is equal to 2 minus x ആണ്. നമുക്ക് x ന്റെ അവയവം കിട്ടേണ്ടത് 2 minus y ആണ്. 2 minus.
അപ്പൊ ഇവിടെ എക്സിന്റെ ലിമിറ്റ് 0യും അപ്പർ ലിമിറ്റ് 2 - 5. ഇനി വൈയുടെ ലോവർ ലിമിറ്റ് എന്താണ്? ഇവിടെ നിന്നാണ് അത് R2 ആരംഭിക്കുന്നത്. ലോവർ ലിമിറ്റ് 1 അപ്പർ ലിമിറ്റ്. ഇങ്ങനെയാണ് ഇതിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കുക. അപ്പൊ ഈ ഒരു പ്രോബ്ലത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പോയിന്റ്, നമ്മുടെ റീജിയൻ നമ്മൾ കണ്ടുപിടിച്ചു. റീജിയനിൽ സ്ട്രിപ്പ് വരയ്ക്കുമ്പോൾ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വരയ്ക്കുമ്പോൾ ടച്ച് ചെയ്യുന്ന പോയിന്റ് വ്യത്യാസമുണ്ട്. അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഇതിന് രണ്ടായിട്ട് കട്ട് ചെയ്യാണ്. R1 എന്ന റീജിയനും R2 എന്ന റീജിയനും. അങ്ങനെ R1 എന്ന റീജിയന്റെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു, R2 എന്ന റീജിയൻ ഇന്റഗ്രേറ്റ് ചെയ്ത് രണ്ടും കൂടി കൂട്ടിയെടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്. അപ്പൊ R1 എന്ന റീജിയനിൽ എക്സിന്റെ ലോവർ ലിമിറ്റ് എന്താണ്? 0 to √y ആണെങ്കിൽ R2 എന്ന റീജിയനിൽ എക്സിന്റെ ലോവർ ലിമിറ്റ് എന്താണ്? 0 to 2 - y ആണ്. അതുപോലെ വൈയുടെ ലോവർ ലിമിറ്റ് R1 എന്ന റീജിയനിലെ വൈയുടെ ലോവർ ലിമിറ്റ് എന്താണ്? 0 ആണ്, അപ്പർ ലിമിറ്റ് 1 ആണ്. R2 എന്ന റീജിയനിലെ വൈയുടെ ലോവർ ലിമിറ്റ് 1 ആണ്, അപ്പർ ലിമിറ്റ് 2 ആണ്. ഇനി നമുക്ക് ഇത് ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ നമുക്കത് ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. അപ്പൊ കൺഫ്യൂഷൻ വരില്ല കേട്ടോ. ആദ്യം നമുക്ക് ഇവിടെയാണ് ചെയ്തത്. ഇന്റഗ്രൽ 0 to 1 ഇന്റഗ്രൽ 0 to √y dx dy ആദ്യം ചെയ്യാം. ഇന്റഗ്രൽ 0 to 1 ഇവിടെ x ചെയ്യുമ്പോൾ x വരും. 0 to √y dy. That is ഇന്റഗ്രൽ 0 to 1 x ചെയ്യുമ്പോൾ √y ലോവർ ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, dy. That is √y എന്ന് പറഞ്ഞാൽ y raised 1/2 ആണ്. y raised 1/2 ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y raised 3/2 by 3/2 ലോവർ ലിമിറ്റ് 0 അപ്പർ ലിമിറ്റ് 1. അപ്പൊ 2/3 into 1 ലോവർ ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യം. അപ്പൊ ആദ്യത്തെ വാല്യൂ കിട്ടുന്നത് എത്രയാണ്? 2/3 into 1. ഈ രണ്ടാമത്തെ വാല്യൂ കണ്ടുപിടിക്കുക. രണ്ടാമത്തെ വാല്യൂ എന്താണ്? ഇന്റഗ്രൽ 1 to 2 ഇന്റഗ്രൽ 0 to 2 - y dx dy. ഇവിടെ നമ്മൾ ഇന്റഗ്രൽ 1 to 2 ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x വരും. 0 to 2 - y dy. ഇത് നമ്മൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇന്റഗ്രൽ 1 to 2 2 - y dy. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2 ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2y എന്ന് വരും. y ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y²/2 ഇന്റഗ്രൽ 1. ലിമിറ്റ് കൊടുക്കുക. ലിമിറ്റ് കൊടുക്കുമ്പോൾ 4 മൈനസ് ഇവിടെ 2 4 പേര് 2 4 - 2. 1 കൊടുക്കുമ്പോഴോ ഇവിടെ 2 ഇവിടെ 1 കൊടുക്കുമ്പോൾ 1/2. ഇവിടെ നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 4 - 2 പ്ലസ് 1/2. ഇത് രണ്ടും കട്ട് ചെയ്താൽ ബാക്കി 1/2. അപ്പോൾ ഫൈനൽ ആൻസർ എന്താണ്? Therefore, the final answer will be integral 0 to integral. ഫൈനൽ ആൻസർ നമുക്ക് കിട്ടുന്നത് ഇത് രണ്ടും കൂടി കൂട്ടിയെടുത്താൽ മതി. 2/3 പ്ലസ് 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 2 4 പ്ലസ് 3 divided by 6. ഫൈനൽ ആൻസർ വിൽ ബി 7/6 എന്നാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ എത്രയാണ്? 7/6. 7/6 എന്നാണ് ഈ പ്രോബ്ലത്തിന്റെ ഫൈനൽ ആൻസറിലേക്ക് നമ്മൾ ചെയ്യുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ഇവിടെ നമ്മൾ റീജിയൻ കണ്ടെത്തി. പക്ഷെ റീജിയൻ കണ്ടെത്തി കഴിഞ്ഞിട്ട് നമ്മൾ സ്ട്രിപ്പ് വരച്ചപ്പോ എക്സിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കാനായിട്ട് എക്സ് ആക്സിന് പാരലായിട്ട് സ്ട്രിപ്പ് വരച്ചപ്പോ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വരച്ചപ്പോ 2 ഡിഫറെന്റ് പോയിന്റിൽ അത് ടച്ച് ചെയ്യുന്നു. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഇതിന് രണ്ടായിട്ട് മുറിക്കുക. R1 എന്ന റീജിയനും R2 എന്ന റീജിയനും. അപ്പൊ R1 എന്ന റീജിയനിലുള്ള എക്സിന്റെ ലിമിറ്റ് ആയിരിക്കില്ല R2 എന്നുള്ള റീജിയനിലെ എക്സിന്റെ ലിമിറ്റ്. അതേപോലെ തന്നെ വൈയുടെ. അപ്പൊ ആ പുതിയ ലിമിറ്റുകൾ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ച് അത് രണ്ടും R1ന്റെയും കണ്ടുപിടിക്കുക, R2ന്റെയും കണ്ടുപിടിക്കുക, ഇത് രണ്ടും കൂട്ടിയെടുക്കുക. അങ്ങനെ നമുക്ക് കൂട്ടിയെടുക്കുമ്പോൾ കിട്ടുന്നതാണ് 7/6 എന്ന ആൻസർ ആണ് നമുക്ക് ഫൈനലായിട്ട് കിട്ടുന്ന ആൻസർ. 7/6 എന്നാണ് ആൻസർ കിട്ടുക. ഇത് ഡിസംബർ 2020 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് കേട്ടി ചോദിച്ചാണ്. എല്ലാവരും നോട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ.